ഉണ്ട് കേട്ടോ. വരട്ടെ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ജീവിതമാണ്. ജീവിതം ജീവിക്കാനുള്ളതാണ്. ജീവനുള്ളിടത്തോളം കാലം അതിന്റെ പൂർണ്ണതയിൽ നമുക്ക് ജീവിച്ചേ പറ്റൂ. ആത്മാർത്ഥമായിട്ട് ജീവിതത്തെ ഹാപ്പി ആക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ. ദാറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി. അത് നമ്മളെ ഉത്തരവാദിത്തം. എന്ത് സംഭവിച്ചു എന്ന നല്ല കാര്യം. സംഭവിക്കാനുള്ളതെല്ലാം സംഭവിക്കും. ചില കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഈ ഒരു സിറ്റുവേഷനിലും മനുഷ്യൻ ഇതിലും വലിയ പ്രയാസങ്ങൾ പ്രതിസന്ധി നേരിട്ടപ്പോഴും മനുഷ്യർ അതിജയിച്ചിട്ടുണ്ട് അല്ലെ. കാലങ്ങളായി ചരിത്രം നോക്കുകയാണെങ്കിൽ എത്രയോ വലിയ പ്രതിസന്ധികൾ കടന്നു പോയിട്ടുണ്ട്. നമുക്കറിയാം, ഇതിനെ മുന്നേ കൊറോണ കഴിഞ്ഞു പോയിട്ടുണ്ട്. വലിയ പ്രതിസന്ധിയായിരുന്നു അല്ലെ. ഇതേപോലെ പ്രളയങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇതെല്ലാം സംഭവിച്ചപ്പോൾ ഇതിനെല്ലാം നമ്മൾ അതിജയിച്ചിട്ടുണ്ട്. അതിജീവനത്തിന്റെ ഒരുപാട് കഥകൾ നമുക്ക് പറയാനുണ്ട്. മനുഷ്യ സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ, മനുഷ്യപ്പറ്റിന്റെ, പരസ്പര സഹകരണത്തിന്റെ, നിരുപാധിക സ്നേഹത്തിന്റെ ഒരുപാട് സംഭവങ്ങൾ എടുത്തു പറയാൻ കഴിയും. വലിയ വലിയ മനസ്സുള്ള അല്ലെ, വിശാല മനസ്കരായുള്ള, മനുഷ്യത്വമുള്ള ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നു, ഈ ഇതിൽ വെച്ചിട്ട് ഈ ഒരു സിറ്റുവേഷന് പ്രത്യേകം മാറ്റാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആളുകൾക്ക് സ്വാതന്ത്ര്യം നൽകാൻ വേണ്ടിയിട്ട്, ആളുകളുടെ ജീവിതത്തിൽ ആ സപ്പോർട്ട്, ആ സ്നേഹം വിതരാൻ വേണ്ടിയിട്ട്, ആ സുരക്ഷ ഒരുക്കാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് അധ്വാനിച്ച് ഈ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന യഥാർത്ഥത്തിൽ ആ ഐക്യവും സ്നേഹവും ആ ഒരു മനുഷ്യത്വവും ഏറ്റവും കൂടുതൽ കാണുന്ന ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോഴാണ് അല്ലെ. പലപ്പോഴും നമ്മൾ കാണുന്നത് ഇത്രയൊക്കെ നമ്മളുടെ പരസ്പരം എന്താണ് സ്നേഹിക്കാനും സപ്പോർട്ട് ചെയ്യാനും നമുക്ക് പറ്റുന്നുണ്ട്. നമ്മൾ തിരിച്ചറിയാണ് ചെയ്യുന്നത്. വലിയൊരു തിരിച്ചറിവാണ് ഈ സാഹചര്യം നമുക്ക് നൽകുന്നത്. അപ്പോ സംഭവിച്ച കാര്യങ്ങൾ, സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ, ആ പ്രയാസങ്ങളെ നമ്മൾ അതുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ അതിനെ അംഗീകരിക്കുക, ഉൾക്കൊള്ളുക അല്ലെ. അക്സെപ്റ്റ് ചെയ്യുന്നിടത്താണ് പല ആളുകളും ബുദ്ധിമുട്ടുണ്ടാവുന്നത്. സംഭവിച്ചു പോയല്ലോ, എന്ത് ചെയ്യാനാ, നഷ്ടം അല്ലാത്ത നഷ്ടമാണ് എന്ന് നിരന്തരമായ നഷ്ടത്തെക്കുറിച്ചും കഷ്ടപ്പാടിനെ കുറിച്ചും ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ഇതിന്റെ സാധ്യതകൾ, ആ മാറ്റത്തിനുള്ള സാധ്യതകൾ അടിഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. നേരെ മറിച്ച് ആ സംഭവിച്ചതിനെ അക്സെപ്റ്റ് ചെയ്യാനും നമ്മുടെ ലൈഫിൽ ഏതും ആവട്ടെ കേട്ടോ, ഇപ്പോഴത്തെ സാഹചര്യം ആവട്ടെ, നമ്മുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചാലും സംഭവിച്ച കാര്യങ്ങളെ നമ്മൾ പൂർണ്ണമായും ഉൾക്കൊള്ളാനും, ഓക്കെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, വിചാരിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പ്രയാസങ്ങളുണ്ട്, ഇറ്റ്സ് ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് ഈ നിമിഷം ഞാൻ എന്ത് ചെയ്യണം, സ്വയം ചിന്തിക്കുക. ഞാൻ എന്ന വ്യക്തി ഞാൻ ബ്ലെസ്ഡ് ആണ്, ഞാൻ അനുഗ്രഹീതനാണ്. കാരണം ഞാനിപ്പം സേഫായി നിൽക്കുന്നു, ജീവനോടെ, ആരോഗ്യത്തോടെ, സന്തോഷത്തോടെ എനിക്ക് ഈ നിമിഷവും നിൽക്കാൻ പറ്റുന്നുണ്ട്. ഓ, ബ്ലെസ്സിങ് ഫീൽ ചെയ്തുകൊണ്ട്, അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, ആത്മാർത്ഥമായി അതിൽ സന്തോഷം കണ്ടെത്തിക്കൊണ്ട് എനിക്ക് ഒരുപാട് ആൾക്കാർ ഹെൽപ്പ് ചെയ്യാനും, ഒരുപാട് ആൾക്കാർക്ക് ഊർജം നൽകാനും, പ്രാർത്ഥനയും അതുപോലെ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടും, അല്ലെങ്കിൽ നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടും നമുക്ക് ആ ഒരു എന്താ പറയാ, നമ്മുടെ ഉള്ളിൽ എനർജി ഉപയോഗപ്പെടുത്തി മാക്സിമം ആളുകളെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റണം. നിരുപാധിക സ്നേഹവും സന്തോഷം ആൾക്ക് കൊടുക്കാൻ പറ്റണം. ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ ആ ഒരു വലിയ മാറ്റത്തിന്റെ എന്താ പറയാ, ഒരു സന്ദേശവാഹകനാവാൻ എനിക്ക് കഴിയണം. ഞാൻ അങ്ങനെ ചെയ്തേ പറ്റും. അല്ലാതെ ഞാൻ സ്ട്രക്കായി ഫ്രീസായി നിൽക്കേണ്ടതല്ല. ഇതിലപ്പുറത്തേക്ക് എനിക്ക് ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എനിക്കിത് മറികടന്നുകൊണ്ട് അല്ലെ, എനിക്ക് ആത്മാർത്ഥമായിട്ട് ഈ ഒരു മാറ്റം ഒരു മറികടന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മികച്ച അവസരമായി കണ്ട് ആ ഒരു ശക്തി, അതാണ് നമ്മുടെ ഉള്ളിലെ ശക്തി. നിലവിലുള്ളതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുമ്പോൾ എന്താ സംഭവിക്കും, നിലവിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം അത് ഉള്ളോട്ടെടുക്കാതെ, ഒരു പരിധിക്കപ്പുറത്തേക്ക് ഉള്ളോട്ടെടുക്കാതെ, പലപ്പോഴും എന്താ പറയുക സംഭവിക്കാൻ, അത് ഒരു പരിധിക്കപ്പുറത്തേക്ക് നമ്മൾ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് ബുദ്ധിമുട്ട് വരും. ഇവിടെ നമ്മൾ ശരിക്കും ആ അവയർനെസ്സിന്റെ ശക്തി മനസ്സിലാക്കുക. എന്താണ് ഇത്, ഞാൻ ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നാം വിചാരിക്കാത്തതിൽ ആഴത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ അതിനെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും, മറികടക്കാൻ കഴിയും. ഈ നിമിഷം എന്റെ ഉള്ളിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പുറമെ എന്ത് സംഭവിച്ചു എന്നതിനേക്കാളും ഇമ്പോർട്ടന്റ് എന്താണ്, പുറമെ എന്തെങ്കിലും സംഭവിച്ചു എന്നതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യം
ഈ നിമിഷം, ഈ സമയത്ത്, ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇത് കേൾക്കുന്ന എനിക്കെന്ത് സംഭവിക്കുന്നു? ഓക്കെ, എനിക്കതിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നു, ഇതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നു, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നു, പൂർണ്ണമായിട്ടും അതിനെ മനസ്സിലാക്കാൻ കഴിയുന്നു, അല്ലെ? ഈ നിമിഷം എനിക്ക് എന്നെ കൂളാക്കാൻ പറ്റുന്നു, സ്റ്റേ കാം. ഈ നിമിഷത്തിൽ എനിക്ക് എന്താണ് ഇതിനെ അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും, അല്ലെ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും, അല്ലെ? ഒരുപാട് കാര്യങ്ങളെങ്കിലും ആത്മാർത്ഥമായിട്ട് മനസ്സറിഞ്ഞ് പോസിറ്റീവായ ആ വിഷ്വലൈസേഷൻ, ആ പ്രാർത്ഥനയെങ്കിലും ചെയ്തുകൊണ്ട് അതിന് കൂടെ നിൽക്കാൻ, അതിന്റെ ഭാഗമായി നിൽക്കാൻ എനിക്ക് കഴിയണം, എനിക്ക് സാധിക്കണം. ഈ ഒരു അവബോധത്തിന്റെ ശക്തിയാണ് നമ്മൾ കൊടുക്കേണ്ടത്. റൈറ്റ്? എവിടെയാണ് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളെ കൈപ്പിടിച്ചുയർത്തുന്ന ശക്തി എന്ന് പറയുന്നത് ദ പവർ ഓഫ് സെൽഫ് അവയർനെസ് ആണ്, അവബോധത്തിന്റെ ശക്തിയാണ്. റൈറ്റ്? സാഹചര്യം എന്ത് എന്നതല്ല, ചുറ്റുപാടുകൾ എന്ത് സംഭവിക്കുന്നതല്ല, ആ സംഭവിക്കുന്നതിനോട് ഞാൻ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ആ ശക്തി. എപ്പോഴും നമ്മൾ ക്ലാസ്സിൽ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം ഏറ്റെടുക്കലാണത്. ഉത്തരവാദിത്തം ഏറ്റെടുക്കുക, നമ്മുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തം നമ്മൾ പൂർണ്ണമായും ഏറ്റെടുക്കുക. എന്താണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എബിലിറ്റി ടു ചേഞ്ച് യുവർ റെസ്പോൺസ്. സംഭവിച്ചതിനോടുള്ള പ്രതികരണം നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. സംഭവിച്ച കാര്യങ്ങൾ മാറ്റാൻ കഴിയില്ല. സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആകെ ചേഞ്ച് ചെയ്യാൻ പറ്റിയ കാര്യം എന്താണ്? നമുക്ക് ആകെ ചേഞ്ച് ചെയ്യാൻ പറ്റിയ കാര്യം നമ്മുടെ റെസ്പോൺസ് ആണ്, നമ്മുടെ പ്രതികരണമാണ്. നമ്മൾ എങ്ങനെ അതിനെ ഉൾക്കൊള്ളുന്നു, എങ്ങനെ അതിനെ മനസ്സിലാക്കുന്നു, എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു. ഇത്തരം പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ എന്ത് സമീപന രീതിയാണ് സ്വീകരിക്കുന്നത്? എനിക്ക് വേണമെങ്കിൽ ഇത് ആലോചിച്ച് വല്ലാത്ത പ്രശ്നത്തിലേക്ക് പോകാം, അല്ലെങ്കിൽ അതേക്കുറിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ഇറ്റ്സ് ഓക്കെ, സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് എന്നെ കൊണ്ടാവുന്ന മാക്സിമം കാര്യങ്ങൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചുകൊണ്ട്, ആ സ്നേഹവും സമാധാനവും സന്തോഷം എനിക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റുമെന്ന് ആലോചിച്ചുകൊണ്ട്, ആ പോസിറ്റീവ് എനർജിയുടെ, അല്ലെ, ശക്തമായ അവബോധത്തിന്റെ ആ ഒരു തിരിച്ചറിവിന്റെ ശക്തിയിൽ എത്രത്തോളം എനിക്ക് ഈ സമയത്ത് പോസിറ്റീവ് ആയിരിക്കാൻ പറ്റും, ഹെൽപ്പിംഗ് ഹാൻഡ്സ് ആക്കി, അല്ലെ, ഹെൽപ്പിംഗ് ഹാൻഡ്സിന് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ ദൈവം സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നതിന് ഭാഗമായിട്ട് എന്നെ കൊണ്ടാവുന്നു ആ ചുരുങ്ങിയ ആ അവബോധത്തിന്റെ ശക്തിയിൽ, ആ പോസിറ്റീവായിട്ടുള്ള പ്രാർത്ഥനയും മെഡിറ്റേഷൻ, ആ ഒരു എനർജി ഫീൽ ചെയ്തുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഇതിന്റെ ഭാഗമായിട്ട് എങ്ങനെ എനിക്ക് ശക്തി പകരാം, അത് നമ്മൾ ചിന്തിക്കേണ്ടത്. എങ്ങനെ നിങ്ങൾക്ക് ഊർജം നൽകാം, അശക്തമായുള്ള തിരിച്ചു വരവിന് എങ്ങനെ നമുക്ക് താങ്ങായി മാറാം. ഈ ഒരു ചിന്തയിലേക്ക്, സൊല്യൂഷൻ ബേസ്ഡ് ആണ്, മറ്റൊരു പ്രശ്നമാണ്, അല്ലെ, സൊല്യൂഷൻ ബേസ്ഡ് ആയുള്ള തിങ്കിങ് ആണ്. അപ്പൊ ആ ഒരു ചിന്തയിലേക്ക് നമുക്ക് നമ്മളെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്, അതാണ് സത്യം, അല്ലെ? എങ്ങനെയൊക്കെ എപ്പോഴാണ് ചോദിക്കുന്ന ചോദ്യമാണ്, എങ്ങനെ സാധിക്കും, എങ്ങനെ താങ്ങും? പറ്റൂന്നേ, സാധിക്കൂന്നേ. ചിത്രം നമ്മൾ പഠിപ്പിച്ച പാഠം അതാണ്. എങ്ങനെ പറ്റും, എങ്ങനെ സാധിക്കുമെന്ന് പരിഭ്രമിച്ചു പോയ, അന്താളിച്ചു പോയ ഒരുപാട് നിമിഷങ്ങൾ നമ്മുടെ മുന്നിൽ കടന്നു പോയിട്ടും അതിനെല്ലാം നമുക്ക് മറികടക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെ, ദിസ് ഈസ് ഓൾസോ പോസിബിൾ, ഇതും സാധ്യമാണ്, എന്തും സാധ്യമാണ്. കാരണം അതാണ് മനുഷ്യന്റെ കഴിവ്. മനുഷ്യന് ദൈവം തമ്പുരാൻ, പഠിച്ചമ്പുരാൻ കഴിവതാണ്, അതിജയിക്കാനുള്ള കഴിവ്, മാനസികമുള്ള ശക്തി, ആ ബോധതലത്തെ അറിയുക. ആ നിമിഷം അതിനെന്ത് ചെയ്യാം, ഉള്ളിലെ ശക്തി അറിഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, പ്രവർത്തിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ മാറ്റം വരും. ഇതാണ് ദ പവർ ഓഫ് സെൽഫ് അവയർനെസ്. നമ്മളെ ഉൾക്കൊണ്ടുകൊണ്ട്, നമ്മളെ മനസ്സിലാക്കി, അല്ലെ, നമ്മളുടെ ശക്തി ഉൾക്കൊണ്ടുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഹാപ്പിനെസ്, ഏത് ബുദ്ധിമുട്ടൊരു സാഹചര്യത്തിലും ഹാപ്പിനെസ് കണ്ടെത്താൻ കഴിയും. കാരണം മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഹാപ്പി ആവുക എന്നുള്ളതാണ്, സംഭവിച്ചതിലല്ല, അല്ലെ. എനിക്ക് ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, എനിക്കിപ്പോഴും ഹാപ്പി ആയിട്ട് നിൽക്കാൻ പറ്റുന്നത്, ഞാൻ സേഫാണ്. അതിലേക്കും അഭിമാനിക്കണ്ടോ, അതൊരിക്കലും നമ്മളെ സ്വാർത്ഥതയല്ല. ഇത്രയൊക്കെ സാഹചര്യം ഉണ്ടായിട്ടും ഞാൻ സേഫ് ആയല്ലോ, അല്ലെ. സന്തോഷം കണ്ടെത്തൽ അങ്ങനെയാണ്. അതൊക്കെ ബുദ്ധിമുട്ടായി, ഞാൻ സേഫാണ്, എന്റെ ചുറ്റുപാട് ഒരുപാട് ആൾക്കാർ സേഫാണ്, അല്ലെ, എന്റെ ഫാമിലി സേഫാണ്, എന്റെ മക്കള് സേഫാണ്, അല്ലെ, ഇവിടെ കാണുന്ന ഒരുപാട് ആളുകൾ സേഫാണ്, ഐ എം സേഫ്, ഐ എം ഹാപ്പി, അല്ലെ. ആ ഒരു സാധനം ഉണ്ടല്ലോ,
അത് നമുക്ക് എന്ത് ചെയ്യാം, ആത്മാർത്ഥമായിട്ട് നമുക്ക് ഫീൽ ചെയ്യണം. അതാണ് ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റ് അല്ലെ. മനസ്സ് നിറഞ്ഞ സന്തോഷം കൊണ്ടുവരണം. കാരണം പ്രയാസപ്പെടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് ആ പോസിറ്റീവ് എനർജി കൊടുക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആ പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കണം. അത് നമ്മുടെ ഉള്ളിൽ ഓൾറെഡി ഉള്ള ആ ഒരു പോസിറ്റീവായ എനർജിയെ നമ്മൾ ശക്തിപ്പെടുത്തണം. ഓക്കെ, അതാണ് അത് നമുക്ക് ശക്തിപ്പെടുത്താനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്നാണ് നിരന്തരമായിട്ട് അഫർമേഷൻസ് യൂസ് ചെയ്യുക. ആവർത്തിച്ച് നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക അല്ലെ. ഈ സിറ്റുവേഷനിലും ഈ സാഹചര്യത്തിലും ഞാൻ സേഫാണ്, ഞാൻ ഹാപ്പിയാണ്, എല്ലാവർക്കും നന്മ വരാൻ, എല്ലാവരും സേഫ് ആവാൻ, എല്ലാവർക്കും എനർജി കിട്ടാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. വളരെ പോസിറ്റീവായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ കൊണ്ടാവുന്ന എല്ലാം ഞാൻ പ്രവർത്തിക്കുന്നു, ചെയ്യുന്നു എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് നമുക്ക് വരാൻ കഴിയണം. അവിടെയാണ് ഗ്രാറ്റിറ്റ്യൂഡിന്റെ മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. നന്ദി നിറഞ്ഞ അല്ലെ, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നന്മകൾക്കും നേട്ടങ്ങൾക്കും ആത്മാർത്ഥമായി നന്ദി പറയുന്നു. നമ്മുടെ മനസ്സിന്റെ ഫോക്കസിനെ നമുക്ക് അതിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റണം. 99% നമ്മൾ കാണുന്നത് നെഗറ്റീവാണ്, 1% മാത്രമേ നമ്മൾ പോസിറ്റീവ് കാണുന്നുള്ളൂ എങ്കിൽ എനർജി ഹീലിംഗ് സൈക്കോളജി രംഗത്തെ പ്രഗത്ഭരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഈ 1% ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 99% മാറ്റാൻ പറ്റും. എനർജിയിൽ അങ്ങനെ സംഭവിക്കും. നിങ്ങളുടെ ലൈഫിൽ എഴുതുമ്പോൾ 99% നെഗറ്റീവ് ആണെന്ന് തോന്നാം, 1% മാത്രമേ പോസിറ്റീവ് നിങ്ങൾ കാണുന്നുള്ളൂ എങ്കിൽ എങ്ങനെ അതിനെ മാറ്റാം എന്നൊരു ചർച്ചയുണ്ട്. എന്താണ് ചെയ്യാനുള്ളത്? നമ്മുടെ കംപ്ലീറ്റ് അറ്റൻഷനും നമ്മളെ കംപ്ലീറ്റ് ശ്രദ്ധയും ആ ഒരു ചെറിയ ആ 1%ലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ബാക്കി ആ 99% ചേഞ്ച് ആവും എന്നുള്ളതാണ്. എന്താണ് കാരണം? എന്താ അതിന്റെ സീക്രട്ട്? നമ്മുടെ എനർജി എങ്ങോട്ടാണോ ഫോക്കസ് ചെയ്യുന്നത് അത് ഗ്രോ ചെയ്യും, എക്സ്പാൻഡ് ചെയ്യും. നന്മയിലേക്കും സന്തോഷത്തിലേക്കും സമൃദ്ധിയിലേക്കും സേഫ്റ്റിയിലേക്കും നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ സിറ്റുവേഷൻ നമുക്ക് വളരെ ഈസി ആയിട്ട് മറികടക്കാൻ കഴിയും. അതുതന്നെയാണ് മറ്റൊരർത്ഥത്തിൽ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. ആകർഷണ നിയമം. മനസ്സിനെ നമ്മൾ എങ്ങോട്ട് ഫോക്കസ് ചെയ്യുന്നു, എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു, അതാണ് ഇതിന്റെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യു ക്യാൻ സ്റ്റേ സേഫ്, കാം, ഹാപ്പി. ആ ശാന്തത നമുക്ക് അനുഭവിക്കാൻ പറ്റും. നമ്മളെല്ലാവരുടെ ഉള്ളിലുള്ള ആ ശാന്തത, ആ പരിപൂർണമായുള്ള ആ ശാന്തത നമുക്ക് അനുഭവിക്കാൻ പറ്റും അല്ലെ. ആ ശാന്തത പൂർണ്ണാർത്ഥത്തിൽ അനുഭവിക്കുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ വല്ലാത്ത സന്തോഷം ഉണ്ടാകും. നമ്മുടെ മനസ്സിനെ വീണ്ടും 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 അതിലേക്ക് തന്നെ കൊണ്ടുവന്നുകൊണ്ട് നമ്മളെ ഹാപ്പി ആക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. സാഹചര്യങ്ങളല്ല നമ്മളെ നിയന്ത്രിക്കേണ്ടത്. ലോകത്ത് മഹാന്മാരും സാധാരണക്കാരും വ്യത്യാസം എപ്പോഴും പറയാം അല്ലെ. മഹാന്മാരെ സാധാരണക്കാരുടെ പ്രത്യേകത എന്താണ്? അവരെപ്പോഴും സാഹചര്യങ്ങളെയും ചുറ്റുപാടുകളെയും വ്യക്തികളെയൊക്കെ കുറ്റപ്പെടുത്തി കൊണ്ടേയിരിക്കും, പരിഭവം പറയും, പരാതി പറയും. ഞാൻ എന്താ ചെയ്യാം, ഇങ്ങനെയല്ലേ കാര്യങ്ങൾ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് സാധാരണക്കാരുടെ ചോദ്യം. എന്നാൽ മഹാന്മാരോ സാഹചര്യം എന്താണ് എന്നുള്ളതല്ല, അതിനോട് പോസിറ്റീവ് പ്രതികരിക്കുന്നു. ഇവിടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ എന്ത് അവസരമുണ്ട് എന്റെ കഴിവിനെ കണ്ടെത്താൻ അല്ലെ, കൂടുതൽ അതിലേക്ക് സമർപ്പിക്കാൻ, പോസിറ്റീവായുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്യാൻ, എന്റെ എനർജി അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്ത കൊടുത്ത് മനസ്സിനെ ഹാപ്പിയാക്കി സാഹചര്യങ്ങളെ മാറ്റിമറിക്കുന്നതാണ്. സൃഷ്ടാക്കളാണ് മഹാന്മാർ, സാഹചര്യങ്ങളുടെ സൃഷ്ടാക്കളാണ്. അതാണ് ലോ ഓഫ് ഡെലിബറേറ്റ് ക്രിയേഷൻ. ലോ ഓഫ് അട്രാക്ഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ലോ ഓഫ് ഡെലിബറേറ്റ് ക്രിയേഷൻ. ബോധപൂർവ്വം നമ്മൾ എന്ത് ചെയ്യുക? ക്രിയേറ്റ് ചെയ്യുക, നമ്മുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അത് വീണ്ടും 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 കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് വേണ്ടതിലേക്ക് അറ്റൻഷൻ കൊടുക്കും. ആ ദൈവികമായുള്ള വലിയൊരു അനുഗ്രഹമാണ് ദ പവർ ഓഫ് ക്രിയേഷൻ. നമ്മൾ പറയല്ലോ ദൈവമാണ് സൃഷ്ടിക്കുന്നത്. ഓക്കെ, ഇത്രയും വലിയ അനശ്വരമായുള്ള പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് എല്ലായിടത്തും ഈ വലിയ ഊർജം വാരി വിതറിക്കൊണ്ടിരിക്കുന്ന മഹാശക്തി, അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? വിശ്വാസം അർപ്പിച്ചുകൊണ്ട് കണക്ട് ചെയ്യാനുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയോ? ഈ നല്ല വശം കാണുക, ഈ നന്മ കാണുക.
ഈ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ആത്മാർത്ഥമായി പറയുക. ഇത് ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് അനുഭവിക്കാൻ പറ്റും. ആ സന്തോഷം നമുക്ക് കണ്ടെത്തിയേ പറ്റൂ. ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ ആ സന്തോഷം കണ്ടെത്തിയേ പറ്റൂ. അപ്പൊ അതിനെന്ത് ചെയ്യുക? അത് ആ ചോയ്സസ് എന്ന് പറയുന്നത്. ഒരുപാട് ചോയ്സ് ആണല്ലേ. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ബുദ്ധിമുട്ടായി സങ്കടപ്പെട്ടിരിക്കാം, അല്ലെങ്കിൽ ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് മാക്സിമം ആക്റ്റീവായിട്ട് എനർജറ്റിക് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കാം. വാട്ട് ഈസ് യുവർ ചോയ്സ്? എന്റെ ചോദ്യം ഇതാണ്, നിങ്ങളുടെ ചോയ്സ് എന്താണ്? ടൈപ്പ് ചെയ്യൂ. നിങ്ങളുടെ ചോയ്സ് എന്താണ്? പറയൂ. വാട്ട് ഈസ് യുവർ ചോയ്സ്? നിങ്ങളുടെ ചോയ്സ് എന്താണ്? വാട്ട് ഈസ് യുവർ ചോയ്സ്? പറയൂ. ഹാപ്പി ആയിരിക്കുക എന്നുള്ളതല്ലേ? അല്ലേ? ഹാപ്പി ആയിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചോയ്സ്. അതാണ് നമ്മുടെ ചോയ്സ്. കാരണം ജീവിതമാണ്. ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ ഹാപ്പി ആയിരിക്കണം, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. എന്തൊക്കെ സംഭവിച്ചാലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. മുന്നോട്ട് പോയേ പറ്റൂ. മുന്നോട്ട് പോയേ ഹാപ്പിയായി എനർജറ്റിക്കായി മുന്നോട്ട് പോയേ പറ്റൂ. ഓക്കെ. അപ്പോ പ്രശ്നത്തെ മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ. ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ആളുകൾക്ക് സെൽഫായിട്ട് അത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നതാണ് പ്രശ്നം. ചില ആളുകൾ അല്ലെ, എന്നൊക്കെ പറഞ്ഞാലും സെൽഫിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതേ മനസ്സുള്ള, ഇതേപോലെ കാര്യങ്ങൾ സംസാരിക്കുന്ന, പരസ്പരം പോസിറ്റീവ് എനർജി നൽകുന്ന, അത്തരം സപ്പോർട്ട് കിട്ടുന്ന സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മളെ കമ്മ്യൂണിറ്റി അതാണ്. ഇവിടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് നിരന്തരമായി പോസിറ്റീവായി പരസ്പരം ഷെയർ ചെയ്യുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകളുടെ എന്നതാണ് അല്ലേ. അപ്പൊ എന്ത് ചെയ്യണം? സപ്പോർട്ട് തേടാൻ ഒരിക്കലും നിങ്ങൾ മടിച്ചു നിൽക്കരുത്. കൂടെയുള്ള ആളുകളുടെ ഓപ്പണായി പറഞ്ഞുകൊണ്ട് അവിടെ സപ്പോർട്ട് തേടണം, അല്ലെ? ഓപ്പണായി സംസാരിക്കണം. ഉള്ളിൽ വിഷമം വരുമ്പോ പുറമെ എന്ത് ചെയ്യാം? സംസാരിച്ചുകൊണ്ട് ഹാപ്പി ആയുള്ള വളരെ പോസിറ്റീവായുള്ള ആളുകളായി സംസാരിച്ചുകൊണ്ട് നമ്മൾ റീചാർജ് ചെയ്യണം. നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, ഫാമിലീസ് ആയിരിക്കാം, നമ്മുടെ അടുത്ത ആളുകളായിരിക്കാം. ഇനിയൊന്നും അല്ലെങ്കിൽ പ്രൊഫഷണൽസ്. ഇതിന് ഒരുപാട് ഹെൽപ്പ് ലൈൻ ഉണ്ട് അല്ലെ. നമുക്ക് എന്തെങ്കിലും മാനസിക പ്രയാസം ഉണ്ടാകുമ്പോൾ വിളിച്ച് സംസാരിക്കാൻ ഒരുപാട് നല്ല നല്ല അവസരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. സംസാരിക്കാൻ പറ്റണം, അഡ്വൈസ് തേടണം, ഈ സിറ്റുവേഷൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കണം. അല്ലെ, ഇതിനെ വ്യത്യസ്തമായി ചിന്തിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. സ്വയം പറ്റില്ലെങ്കിൽ അതിന്റെ സപ്പോർട്ട് നമ്മൾ തേടണം. അത് നമ്മൾ ഉത്തരവാദിത്തമാണ്. എനിക്ക് സ്വയം പറ്റുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഇവിടെ ആരോ ചോദിച്ചില്ലേ, ഇത് റെക്കോർഡുണ്ടോ? റെക്കോർഡ് ആവർത്തിച്ച് കേൾക്കുക. അല്ലെ, ഇപ്പോ സപ്പോർട്ട് കിട്ടുമെന്നുള്ളതാണ് സത്യം. അത്രയും ആളുകൾ സപ്പോർട്ട് നൽകാൻ റെഡി ആയിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരുപാട് ആൾക്കാർ റെഡി ആയിരിക്കുന്നത് ഞാൻ സന്തോഷ വാർത്ത അറിയുകയാണ്. അത്തരം ആളുകൾ എന്ത് ചെയ്യാ, കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള അവസരം നമ്മളെ ഭാഗത്തുനിന്നും ചെറിയ രീതിയിൽ നമ്മളാൽ കഴിയുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ആരെങ്കിലും നമ്മളെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ഞാൻ പറയാണ്, അതിന് പറ്റിയ ഒരു സപ്പോർട്ട് തേടാൻ നമ്മളെ ഭാഗത്തും ആളുകൾ ഉണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിക്കുക. അങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് മാനസികമായിട്ട് അല്ലെ ബുദ്ധിമുട്ടി എന്താ ചെയ്യാ, ആരോടാ പറയാ, എന്താ ചെയ്യാന്നുള്ള സ്റ്റക്കായി നിൽക്കുന്ന എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ദയവായി ഈ ഒരു ഹാപ്പി ന്യൂസ് അറിയിക്കും. വിളിച്ച് സംസാരിക്കുക, മാനസികമായുള്ള സപ്പോർട്ട് നൽകാൻ തയ്യാറുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് ഒരു ഒഫീഷ്യൽ ഒന്നും എടുക്കണ്ട കേട്ടോ. നമുക്ക് നമ്മളാലാവുന്ന രീതിയിൽ ചെയ്തു കൊടുക്കാം. കാരണം നമ്മുടെ കൂടപ്പിറപ്പുകളായ ഒരുപാട് ആൾക്കാരുണ്ട്, സഹോദരന്മാർ അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യാം? ഒന്ന് കേട്ടുകൊണ്ട് സാരമില്ല, ഒന്ന് ആശ്വസിപ്പിക്കാൻ നമുക്ക് കഴിയണം അല്ലെ. സന്തോഷം കേട്ടുകൊണ്ട് ആ സന്തോഷം, സാരമില്ല, എല്ലാം ശരിയാവും, ഞങ്ങൾ കൂടെയുണ്ട് സപ്പോർട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്ന കുറെ ആളുകൾ ചാറ്റ് ബോക്സിലുണ്ട്. കണക്ട് ചെയ്യുക കേട്ടോ. കണക്ട് ചെയ്യുക. നമ്മുടെ ടീം മെമ്പേഴ്സ്, നമ്മളുടെ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ പറ്റിയ ആളുകൾ അവരുണ്ട്. ഗ്രൂപ്പുകൾ എവിടെയാണോ നിങ്ങൾ കണക്ട് ചെയ്ത് അവരെന്ത് ഗ്രൂപ്പുകളിലുണ്ടോ അതിന്റെ അത് നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാനുള്ള അവസരം കിട്ടും എന്ന് ഞാൻ പറയാണ് കേട്ടോ. ടീം മെമ്പേഴ്സ് അവരൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ എനിക്ക് മനസ്സിലാക്കാം EFT വന്നത് കൊണ്ട് കുറെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് പറയുന്നത് വലിയ സന്തോഷമുണ്ട്.
ഇത്തരം ക്ലാസ്സുകൾ നിരന്തരമായി കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിന് മാനേജ് ചെയ്യാൻ പറ്റും. എന്റെ ഏറ്റവും വലിയ സന്തോഷം അതാണ്. ഓക്കെ. അപ്പൊ സപ്പോർട്ട് വേണമെന്ന് പറയുന്ന കുറേ ആളുകളുണ്ട്. അവരെന്ത് ചെയ്യാ, നമ്മള് ഹോസ്റ്റ് ഇവിടെ ഉണ്ടല്ലോ അല്ലെ, അവരെന്ത് ചെയ്യാന്ന് നമ്മളുടെ ഇവിടെ തന്നെ അതിന്റെ നമ്പർ കൊടുക്കാം കേട്ടോ. ഓക്കെ, യെസ്. കാരണം സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ ഒരു കണക്ഷൻ ഇവിടെ കണക്ട് ചെയ്യാനുള്ള അവസരം കൊടുക്കുന്നു. എനിവേ, ഓപ്പൺ ആയിട്ട് സംസാരിച്ചുകൊണ്ട് ആദ്യം അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക സ്വയം. ഓക്കെ, ആദ്യം സ്വയം അവയർനെസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. നിരന്തരമായിട്ട് നമ്മൾ പറയാം സ്വയം, നിരന്തരമായി നമുക്ക് നമ്മൾ തന്നെ. നമ്മുടെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്താണ്? നമ്മൾ തന്നെയാണെന്ന് ആദ്യം മനസ്സിലാക്കുക. കാരണം മറ്റുള്ളവർക്ക് നമുക്ക് സപ്പോർട്ട് ചെയ്യാം, വളരെ സന്തോഷമുള്ള കാര്യമാണ്. മാക്സിമം എന്ത് ചെയ്യാനുള്ള വഴികൾ നമുക്ക് ഒരുക്കാൻ പറ്റും. അതേസമയം ഈ ഒരു അവയർനെസ് കൊടുക്കും എല്ലാവരും. ഇപ്പൊ എന്തെങ്കിലും ഇത് കേട്ടിട്ടും നിരന്തരമായിട്ട് ആ ഒരു ഫീൽഡിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ ഞാൻ പറയാം നിങ്ങളോട് എന്ത് ചെയ്യാം, അത്തരം എന്താ പറയാ അതിലേക്ക് ആഴ്ന്നിറങ്ങി പോകാതെ, ഇത്തരം കാര്യങ്ങൾക്ക് പോകാതെ സ്വയം ഉള്ളിലേക്ക്, അതാണ് പുറത്തോട്ടൊരു യാത്ര നേരെ ഉള്ളോട്ട് കൊണ്ടുവരും. നമ്മൾ അതിലേക്ക് നല്ലൊരു മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി പോവാണ്, നമ്മൾ അതിലേക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോകട്ടെ. എല്ലാവരും ഒരു ഭാഗമായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ ആദ്യം എന്ത് ചെയ്യുക, ലുക്ക് ഇൻസൈഡ് എന്നുള്ളതാണ്. നമ്മൾ അകത്തോട്ട് നോക്കുക. കാരണം ഇത്തരം സാഹചര്യങ്ങൾ വന്നാൽ പോലെ എനിക്ക് എന്റെ ലൈഫിനെ ഹാപ്പി ആക്കിയേ പറ്റൂ എന്ന് നോക്കൂ. മടിച്ചു നിൽക്കാതെ പറയാം, എനിക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെ തന്നെ പറയാം കേട്ടോ. എനിക്ക് ഇതെല്ലാം കേട്ടിട്ട് എനിക്ക് വല്ലാത്തൊരു പ്രയാസം ഫീൽ ചെയ്യുന്നുണ്ട്. വളരെ ജെന്യുവിനായിട്ട് അംഗീകരിക്കുക. ഇങ്ങനെ പ്രയാസം ഉണ്ട് അല്ലെ, എനിക്ക് അങ്ങനെ ഈ ഒരു പ്രയാസം ഉണ്ടെങ്കിലും, ഇങ്ങനെ പ്രയാസം ഉണ്ടെങ്കിലും, അതാണ് നമുക്കത് കൊടുക്കാൻ പറ്റും കേട്ടോ. അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക, അത് ഉൾക്കൊള്ളാൻ പറ്റുക. അതിങ്ങനെ നിരന്തരമായിട്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്തേ പറ്റും, ഞാൻ ഉൾക്കൊണ്ടേ പറ്റും, ഞാൻ മനസ്സിലാക്കിയേ പറ്റും, എനിക്ക് എന്ത് ചെയ്യാം, ഉൾക്കൊണ്ടേ പറ്റും എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം, നമ്മൾ നമ്മളെ തന്നെ കണക്ട് ചെയ്യുക കേട്ടോ. ചാറ്റ് ബോക്സിൽ നമ്പർ ഇടാൻ ടീം മെമ്പേഴ്സ് പറയുന്നുണ്ട് കേട്ടോ. ഇപ്പൊ സപ്പോർട്ട് വേണ്ട ആളുകളുടെ ഫോൺ നമ്പർ ചാറ്റ് ബോക്സിൽ ഇടാൻ ടീം മെമ്പേഴ്സ് അറിയിച്ചിട്ടുണ്ട് കേട്ടോ. സപ്പോർട്ട് വേണ്ട ആളുകൾ നമ്പർ ഇടുക, ചാറ്റ് ബോക്സിൽ നമ്പർ ഇടുക കേട്ടോ. ഞാൻ അതിനിടയ്ക്ക് ടീം മെമ്പേഴ്സിന്റെ റെസ്പോൺസ് വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. ടീം മെമ്പേഴ്സിന്റെ സപ്പോർട്ട് ചെയ്യാൻ വെയിറ്റ് ചെയ്യായിരുന്നു. ചാറ്റ് ബോക്സിൽ നമ്പർ ഇട്ടോളൂ, ചാറ്റ് ബോക്സിൽ നമ്പർ ഇട്ടോളൂ. കാരണം നമ്മൾ റെഡിയാണ്, നമ്മൾ ഒരുപാട് ആൾക്കാർ റെഡിയാണ്. കാരണം നമുക്ക് ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ ആ സപ്പോർട്ട് വേണ്ടത്. എനിക്കറിയാം, നമ്മള് EFT ഫാമിലി മെമ്പേഴ്സുമായി ബന്ധപ്പെട്ട അവരുടെ ഒരുപാട് റിലേഷൻസിന് കുറെ ആളുകൾക്ക് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് അല്ലെ. പല ആളുകൾക്കും വല്ലാത്ത പ്രയാസം ഉണ്ടെന്ന് അറിയാം. അപ്പൊ അതിനെന്ത് ചെയ്യാം, ഈ നിമിഷം ആത്മാർത്ഥമായിട്ട് നമ്മൾ ഉൾക്കൊണ്ട് അംഗീകരിച്ചുകൊണ്ട് ലൈഫിൽ അപ്രതീക്ഷിതമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം കാര്യങ്ങളെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ നമ്മൾ എന്ത് ചെയ്യാം, തയ്യാറാവുന്ന ഒരു അവസ്ഥയിലേക്ക്, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്തണം അല്ലെ. നമ്മൾ ഇപ്പോൾ ഈ നിമിഷം സന്തോഷത്തോടെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന ഒരു ഹാപ്പിനെസ് ആദ്യം നമ്മൾ കൊണ്ടുവരും അല്ലെ. അതുകൊണ്ടല്ലേ നമുക്ക് പോയി ഇവിടെ വരാനും ക്ലാസ് കേൾക്കാനും നമ്മളെ ഹാപ്പി ആക്കാനും പറ്റുന്നല്ലേ. ഇത്തരം ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ട് നമ്മൾ വളരെ സേഫ് ആയിട്ട് ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളത് വലിയ കാര്യമല്ലേ. സ്വർണം, ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടായിട്ടും ഒരുപാട് ആൾക്കാർക്ക് പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുണ്ടായിട്ടും നമുക്ക് അല്ലെ, ഒരുപാട് ജീവനുകൾ നമ്മളെ വിട്ടു പോയിട്ടും നമുക്ക് ഈ നിമിഷം എനിക്ക് ഇവിടെ സേഫായി ഹാപ്പിയായി ജീവിക്കാൻ പറ്റുന്നുണ്ട്, ഹാപ്പിയായി സേഫായി നിമിഷം അതിലേക്ക് വരിക. എല്ലാവരും ആത്മാർത്ഥ അതിലേക്ക് വരണം കേട്ടോ. കാരണം നമ്മളെ ജീവിതം നമ്മളുടെ ഉത്തരവാദിത്തമായിട്ട് വരണം. അതങ്ങനെയാണ്, എന്തൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ്. അത് നമുക്ക് അതിജീവിക്കാൻ കഴിയും, തീർച്ചയായിട്ടും പറ്റും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് പറ്റും. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുടെ ജീവിതത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതുണ്ട് അല്ലെ. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് പുറമേയുള്ള സാഹചര്യങ്ങളാണ്. നമുക്ക് എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതേസമയം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പ്രതികരണമാണത്, നമ്മളെ സമീപന രീതിയാണത്. നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുമെന്ന് മനസ്സിലാക്കി ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു സിറ്റുവേഷനിലും എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും, എന്നെ കൊണ്ട് പറ്റും, എന്നെ കൊണ്ട് സാധിക്കും, എന്നെ കൊണ്ട് പറ്റും, എന്നെ കൊണ്ട് സാധിക്കും, എന്നോട് കൊണ്ട് കഴിയുമെന്നുള്ള മെസ്സേജ്. പറ്റില്ല, കഴിയില്ല, സാധിക്കില്ല എന്ന് മനസ്സിൽ വിഷമം കൊണ്ട് വരും ചിന്തകൾ വരും. അപ്പൊ അതിനെ മറികടക്കാൻ എനിക്ക് സാധിക്കും, എന്നെ കൊണ്ട് പറ്റും, എനിക്ക് കഴിയുമെന്നുള്ള ഒരു മെസ്സേജ് നിരന്തരമായി കൊടുത്തുകൊണ്ടിരിക്കും. എല്ലാവരും നേരെ ഇരിക്കും കേട്ടോ.
എല്ലാവരും സ്ട്രെയിറ്റ് ആയിരിക്കുക. എന്റെ ശബ്ദം കേൾക്കുന്ന സപ്പോർട്ട് വേണ്ട ആളുകളും അല്ലാത്തവരും കേട്ടോ. നമുക്ക് ആ ഒരു വലിയ എനർജി ബൂസ്റ്റ് ചെയ്ത് എല്ലാവരെയും ജീവിതത്തിൽ ഇപ്പോ ഈ പ്രയാസം അനുഭവിക്കുന്ന എല്ലാവരെയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം അല്ലെ. ആ അറ്റാച്ച്മെന്റ് എന്നുള്ള കാര്യമാണ് പലപ്പോഴും നമ്മളെ ബുദ്ധിമുട്ടാക്കുന്നത് അല്ലെ. നമുക്ക് അറ്റാച്ച്ഡ് ആണ്. ഇത്തരം സാഹചര്യങ്ങൾക്ക് മനസ്സ് പോയി പോകും. നമുക്കതിനെ അതിജയിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്യും. ഇറ്റ്സ് ഓക്കെ. വലതുകൈ ഹൃദയത്തോട് ചേർത്ത് എല്ലാവരും പിടിക്കുക കേട്ടോ അല്ലെ. ഇറ്റ്സ് ഓക്കെ. ഈ ഒരു സംഭവങ്ങളെയും സാഹചര്യങ്ങളെയും പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ഉൾക്കൊള്ളുന്നു, അംഗീകരിക്കുന്നു, മനസ്സിലാക്കുന്നു എന്ന് പറയുക. നമ്മളോട് തന്നെ ഇത് സംസാരിക്കുക അല്ലെ. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വല്ലാത്തൊരു സാഹചര്യത്തിൽ കടന്നു പോയിട്ടുണ്ട്. അത് എന്നെ മാനസികമായിട്ട് പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്, ഇപ്പോഴും പ്രയാസപ്പെടുത്തുന്നുണ്ട്. ഇല്ല എന്നും പറയണ്ട, ഉണ്ട് എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ മനസ്സിനെ ഞാൻ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു, എന്റെ ചിന്തകളെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, ഈ സാഹചര്യത്തെ ഉൾക്കൊള്ളുന്നു. സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും വളരെ ജെനുവിനായി, വളരെ ആ ഒരു പൂർണ്ണമായി അത് അതിനെ അതുപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ, ഉൾക്കൊള്ളാൻ എനിക്ക് കഴിയുന്നുണ്ട്, എനിക്ക് സാധിക്കുന്നുണ്ട്, എനിക്കതിന് പറ്റുന്നുണ്ട്. അതാണ് പറയേണ്ടത്. എനിക്കതിനെ പറ്റും, സാധിക്കും. കാരണം ദിസ് ഈസ് ലൈഫ്. ഏത് ജീവിതമാണ്. ജീവിതത്തിൽ പലപ്പോഴും അപ്രതീക്ഷിതമായുള്ള കാര്യങ്ങൾ സംഭവിക്കും അല്ലെ. ജീവിതം അങ്ങനെയാണ്. പ്രതീക്ഷിക്കാത്ത കുറെ കാര്യങ്ങൾ സംഭവിക്കും അല്ലെ. നമുക്ക് ഇത്തരം സാഹചര്യങ്ങൾ അതിജയിച്ചേ പറ്റൂ. അതിജയിച്ചേ പറ്റൂ. എല്ലാത്തിനെയും നമ്മൾ അതിജയിക്കാനുള്ള കഴിവുണ്ട്. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാ സാഹചര്യങ്ങളെയും അതിജയിക്കാനുള്ള കഴിവുണ്ട്. ഏത് സിറ്റുവേഷൻ നമ്മൾ അതിജയിക്കാനുള്ള കഴിവുണ്ട്. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഇല്ല എന്ന് പറയുന്നില്ലേ, തകർന്നു പോയി എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. സ്വാഭാവികമാണ്, അങ്ങനെ തോന്നൽ വരും. തകർന്നു പോയി, ഞാൻ എന്താ ചെയ്യാൻ, എന്നെ കൊണ്ട് എന്താ നമുക്ക് പറ്റുക, കഴിഞ്ഞു എന്നൊക്കെ തോന്നിപ്പോകും. നോ 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 നോ, അതല്ല സത്യം. എനിക്ക് അശക്തിയുണ്ട്. അതാണ് അവബോധത്തിന്റെ ശക്തി. എന്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പുറമെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തൊക്കെ സംഭവിച്ചാലും എന്റെ ഉള്ളിൽ എന്ത് സംഭവിക്കുന്നു, എന്റെ ഉള്ളിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് എന്റെ ജീവിതത്തിന്റെ വിധി നിർണ്ണയിക്കുന്നത്. ഓക്കെ, എന്റെ ഉള്ളിൽ ഈ നിമിഷം വന്നുകൊണ്ടിരിക്കുന്ന ചിന്തകളെ ഞാൻ അറിയുന്നു. അത്തരം ചിത്രങ്ങളെ ഞാൻ അറിയുന്നു. ഇഷ്ടമില്ലാത്ത, പ്രയാസപ്പെടുന്ന, ഓർമ്മകളിലാക്കുന്ന ചിത്രങ്ങളെ അതിനെ ഞാൻ ആത്മാർത്ഥമായിട്ട് ഉൾക്കൊള്ളുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു, അംഗീകരിക്കും. അക്സെപ്റ്റ് ചെയ്യുന്നു, ഉൾക്കൊള്ളുന്നു, അംഗീകരിക്കും, മനസ്സിലാക്കും. അക്സെപ്റ്റ് ചെയ്യുന്നു, ഉൾക്കൊള്ളുന്നു, അംഗീകരിക്കും, മനസ്സിലാക്കും. ഡീപ് ആൻഡ് സ്ലോ. ആഴത്തിൽ ശ്വസിക്കും. Deep and slow. As deep and slow. Relax. As deep and slow. Relax. ഈ നിമിഷം പൂർണ്ണമായി ഞാൻ എന്നെ തന്നെ ഉൾക്കൊള്ളുന്നു, മനസ്സിലാക്കുന്നു. എന്റെ എല്ലാ ചിന്തകളെയും ഞാൻ മനസ്സിലാക്കും. ആ ചിന്തകൾ ഉണ്ടാക്കുന്നവരെല്ലാം ഞാൻ അക്സെപ്റ്റ് ചെയ്യും. അതെന്നിലുണ്ടാക്കുന്ന ഒരു ഫീലിങ്സ്, അതെന്നിലുണ്ടാക്കുന്ന പ്രയാസകരമല്ല, ആ ഫീലിങ്സിനെ, ആ ഷോക്ക് അല്ലെ, ഒരു ഷോക്ക് പോലെ സംഭവിച്ചു, വല്ലാത്തൊരു ടെൻഷൻ, വല്ലാത്തൊരു ആൻസൈറ്റി, അല്ലെങ്കിൽ വല്ലാത്തൊരു ഫീല്, അത് ഞാൻ പൂർണ്ണമായും ഉൾക്കൊള്ളും, അക്സെപ്റ്റ് ചെയ്യും, മനസ്സിലാക്കും. ജീവിതത്തെ അതുപോലെ തന്നെ ഉൾക്കൊള്ളും. സംഭവിച്ച കാര്യം അതുപോലെ തന്നെ ഉള്ളു. ഉള്ളിൽ വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ട്.
എന്നതിനെ ഞാൻ പൂർണ്ണമായും അക്സെപ്റ്റ് ചെയ്യും. എങ്കിലും ഇതെന്റെ ജീവിതമാണ്, ഇതെന്റെ ജീവിതമാണ്, ഞാൻ സേഫാണ്. ആ സന്തോഷം അനുഭവിക്കും. ഇതൊക്കെ സംഭവിച്ചാൽ ഞാൻ സേഫാണ്, ഞാൻ സേഫാണ്. എനിക്ക് സേഫ് ആവാൻ കഴിഞ്ഞതിന് നന്ദി. എനിക്ക് സേഫ് ആവാൻ കഴിഞ്ഞതിന് നന്ദി. എനിക്ക് സേഫ് ആവാൻ കഴിഞ്ഞതിന് ഞാൻ സുരക്ഷിതനാണ്. ഞാൻ സേഫ് ആയതിൽ സന്തോഷിക്കും. ഞാൻ സേഫ് ആയതിൽ ആത്മാർത്ഥമായി സന്തോഷിക്കും. ഒരുപാട് ആളുകൾ സേഫ് ആയിട്ടുണ്ട്. അവിടെ എല്ലാവരുടെ കാര്യത്തിൽ ഞാൻ സന്തോഷിക്കും. ഒരുപാട് ആളുകൾ സേഫ് ആയിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെ കാര്യത്തിൽ സന്തോഷിക്കും. വിട്ടുപോയ എല്ലാവർക്കും ആത്മശാന്തി നേരുന്നു. എല്ലാവർക്കും ആത്മശാന്തി നേരുന്നു. അത്ര മനോഹരമായുള്ള ജീവിതം സമ്മാനിച്ചവർക്ക് എല്ലാവർക്കും ആത്മശാന്തി നേരുന്നു. ഞാൻ സേഫ് ആയതിൽ സന്തോഷിക്കും. ഞാൻ സേഫ് ആയതിൽ സന്തോഷിക്കും. ഞാൻ സേഫ് ആയതിൽ സന്തോഷിക്കും. ഞാൻ സുരക്ഷിതനാണ്. ഞാൻ സേഫ് ആയതിൽ സന്തോഷിക്കും. കാരണം ജീവിതമാണ്. സന്തോഷം കണ്ടെത്തണം, കണ്ടെത്തിയേ പറ്റൂ. സന്തോഷം കണ്ടെത്തിയേ പറ്റൂ. ഇത് ജീവിതമാണ്. ജീവിതത്തെ പൂർണ്ണത ഞാൻ അക്സെപ്റ്റ് ചെയ്യും. എല്ലാവർക്കും സുഖവും ശാന്തിയും സമാധാനവും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മനസ്സിന്റെ അടിത്തട്ടിലും പ്രയാസം അനുഭവിക്കുന്ന മുഴുവൻ ആളുകളും അത്രയും പെട്ടെന്ന് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാവരും സാധാരണ സന്തോഷ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നോടെ. സാധാരണ ജീവിതത്തിലേക്ക് എല്ലാവരും തിരിച്ചു വരാൻ കഴിയുന്നു. എല്ലാവരും സേഫ് ആയിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും നന്ദിയുള്ളവരാണ്. ഇത്രയും കാലം മനോഹരമായി ജീവിച്ചതെന്നും ഇത്രയും കാലം ബുദ്ധിമുട്ടുകളില്ലാതെ ജീവിതത്തിൽ എത്രയോ അനുഗ്രഹങ്ങൾ, എണ്ണമറ്റ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചതിന് ഹൃദയത്തിന് അടിത്തട്ടിൽ നന്ദി പറയുക. എണ്ണമറ്റ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കല്ലറയാണ്. നമ്മൾ പലപ്പോഴും കാണാതെ പോയതാണ്. പെട്ടെന്ന് പലതും സംഭവിക്കുമ്പോഴാണ് ഈ അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ഇത്രയും കാലം ഞാൻ സന്തോഷത്തോടെ സേഫായി ജീവിച്ചല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുന്നു, അല്ലേ? ഇപ്പോഴും ഞാൻ സേഫ് ആണല്ലോ, ഇപ്പോഴും എനിക്ക് ഹാപ്പിയായി ജീവിക്കാൻ പറ്റുന്നുണ്ടല്ലോ, ഇപ്പോഴും എനിക്കിതിനെ വളരെ ധൈര്യത്തോടെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ, ഹൃദയം തുറന്ന് സ്വീകരിക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ സേഫാണ്, സുരക്ഷിതനാണ്, ഹാപ്പിയാണ്. സുരക്ഷിതനാണ്, ഹാപ്പിയാണ്. സന്തോഷം, സുഖം, സംതൃപ്തി, സമാധാനം, അതാണ് എനിക്ക് വേണ്ടത്. സന്തോഷം, സുഖം, സമാധാനം, സംതൃപ്തി, അതാണ് എൻ്റെ ജീവിതത്തിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അസമാധാനവും ശാന്തിയും സംതൃപ്തിയും നിറഞ്ഞ എൻ്റെ ജീവിതത്തിൽ നന്ദി. ഈ ഒരു സാഹചര്യത്തിൽ പോലും എനിക്ക് സന്തോഷത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയുന്നതെന്ന് എൻ്റെ മനസ്സിൻ്റെ ആ ശക്തി തിരിച്ചറിഞ്ഞ്
ഈ അവബോധത്തിന്റെ ശക്തിയിൽ എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞത് ഒരുപാട് ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞത്, ഒരുപാട് ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞത്. ഞാൻ സേഫാണ്, ഞാൻ ഹാപ്പിയാണ്. നമ്മൾ പിരിഞ്ഞുപോയ എല്ലാവർക്കും മനസ്സ് നിറഞ്ഞ പ്രാർത്ഥനകൾ, എല്ലാവർക്കും മനസ്സ് നിറഞ്ഞ എല്ലാവർക്കും നിത്യശാന്തി നേരുന്നു. നിത്യശാന്തിയിലേക്ക് പോയ എല്ലാവരും ആ ശാന്തി നമ്മൾ നേരുന്നു, ആത്മശാന്തി നേരുന്നു. അതേസമയം ഞാൻ സേഫാണ്, ഞാൻ സേഫാണ് എന്നുള്ളതിലേക്ക് എൻ്റെ ശ്രദ്ധ കൊണ്ടുവരുന്നു. ബോധപൂർവം ഞാൻ സേഫാണെന്നുള്ളതിലേക്ക് എൻ്റെ ശ്രദ്ധ ഞാൻ കൊണ്ടുവരുന്നു. ആ സത്യത്തെ ഞാൻ ഇപ്പോൾ, ആ ഗ്രാറ്റിറ്റ്യൂഡ്, ആ നന്ദി എൻ്റെ ഉള്ളിൽ നിറഞ്ഞൊഴുകും. ഞാൻ ഹാപ്പിയാണ്, ഞാൻ സേഫാണ്, എനിക്ക് അതിജയിക്കാൻ കഴിയും. എല്ലാറ്റിനെയും അതിജയിക്കാനുള്ള ശക്തി, കരുത്ത് എനിക്കുണ്ട്. എല്ലാത്തിനെയും അതിജയിക്കാനുള്ള കരുത്ത്, ആ ശക്തി എന്നിലുണ്ട്. ഹാപ്പിയാണ്, സേഫാണ്, ഹാപ്പിയാണ്, സേഫാണ്, ഹാപ്പിയാണ്, സേഫ്. ഐ എം സ്ട്രോങ്, ഞാൻ സ്ട്രോങ് ആണ്, ഞാൻ ശക്തനാണ്. എൻ്റെ മനസ്സിന്റെ ശക്തിയെ ഞാൻ തിരിച്ചറിയും. എൻ്റെ ഉള്ളിലുള്ള കരുത്തിനെ ഞാൻ അറിയും. ഏത് സാഹചര്യത്തിലും പിടിച്ചു നിൽക്കാനുള്ള ഭാരമായാലും എൻ്റെ ഉള്ളിലുള്ള ആ ശക്തിയെ ഞാൻ അറിയും. സേഫാണ്, ഞാൻ ഹാപ്പിയാണ്, സ്ട്രോങ്. എല്ലാവരും സേഫ് ആയിക്കൊണ്ടിരിക്കും, എല്ലാവരും ഹാപ്പി ആയിക്കൊണ്ടിരിക്കും, എല്ലാവർക്കും സമാധാനം, എല്ലാവർക്കും ആ സമാധാനം, സുരക്ഷിതത്വം, എല്ലാവർക്കും സുരക്ഷിതത്വം. നോർമൽ ലൈഫിലേക്ക്, സാധാരണ ജീവിതത്തിലേക്ക് എല്ലാവരും തിരിച്ചു വന്നിരിക്കും. എല്ലാവരും തിരിച്ചു വന്നിരിക്കുന്നു. മുൻകൂട്ടി കാണുക, തിരിച്ചു വന്നിരിക്കും. എല്ലാവരും തിരിച്ചു വന്നിരിക്കും. എല്ലാവരും സമാധാന ജീവിതത്തിലേക്ക്, സംതൃപ്തിയിലേക്ക്, സന്തോഷ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കും. Thank you. കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കുക. Relax your body. Relax your mind. മനസ്സിനെ ശരീരത്തെ വിശാലമാക്കുക. ആ പരമമായുള്ള ശാന്തി അറിയുക, സമാധാനം അറിയുക. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. പ്രപഞ്ചശക്തി ഒരുപാട് നന്ദി. എല്ലാവർക്കും നന്ദി. കൂടെ ഇന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പച്ചയായ മനുഷ്യന്മാരുണ്ട് അല്ലേ? നിഷ്കളങ്കായുള്ള സ്നേഹം മാത്രം മുന്നിൽ കണ്ട് മറ്റൊന്നും പ്രതീക്ഷിക്കാതെ നമ്മുടെ ജീവിതത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദി. ഈ ഒരു സമയത്ത് കൈപിടിച്ച് ചേർത്തി നമ്മുടെ കമ്മ്യൂണിറ്റി അല്ലേ, ഒരു മനോഹര കമ്മ്യൂണിറ്റി ഉള്ളത് കൊണ്ട് നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് സാന്ത്വനമേകാൻ പറ്റുന്നു. ഇതിന് ചുക്കാൻ പിടിക്കുന്ന എല്ലാ ആളുകൾക്കും ആരൊക്കെ ഉണ്ടോ ഇതിന് സപ്പോർട്ട് ചെയ്യണം, ആരൊക്കെ ഉണ്ടോ ടീം മെമ്പേഴ്സ് മുഴുവൻ ആളുകൾ നന്ദി പറയുക. എല്ലാവർക്കും നന്ദി പറയുക, മനസ്സറിഞ്ഞ് നന്ദി പറയുക, മനസ്സറിഞ്ഞ് നന്ദി പറയുക. താങ്ക് യു, താങ്ക് യു. ഓക്കെ, പതിയെ തിരിച്ചു വരാം കേട്ടോ. കൈകൾക്കൊന്ന് വാമപ്പ് ചെയ്യാം.
കയ്യിലുള്ള ഊർജ്ജം എനർജി ഫീൽ ചെയ്യാം. നേരെ കണ്ണുകളിലേക്ക് ചേർത്ത് പിടിക്കകത്തോട്ട് ദീർഘമായി നെഞ്ചിൽ. ഓക്കെ, എന്ത് ഫീൽ ചെയ്യുന്നു? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇവിടെ കുറെ ആളുകൾ നമ്പർ ചോദിച്ചിരുന്നു, അറിയാലോ. ഇവിടെ നമ്മൾ ടീം മെമ്പേഴ്സ് ചാറ്റ് ബോക്സിൽ നമ്പർ ഇട്ടിട്ടുണ്ട്. 9778190557 നമ്പർ ഇടാം. നമ്പർ നോട്ട് ചെയ്യുക. ചാറ്റ് ബോക്സ് 737 നമ്പർ ഇട്ട് കാണാം നിങ്ങൾക്ക്. ടീം UFT ഗുരു എന്നുള്ളത് കണ്ടില്ലേ? 9781905557 ഈ നമ്പറിൽ കണക്ട് ചെയ്യട്ടാ. ക്ലിയർ? ഓക്കെ, എന്താണ് എന്തെങ്കിലും പറയാനുണ്ടോ? ഇനി നമുക്ക് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. സിജിനെ ഹാൻഡ് റൈസ് ചെയ്തിരിക്കുക, എന്താ മനസ്സിലായി? ഇനി ആരെങ്കിലും ഈ EFT-യിലോട്ട് വരാൻ മടിച്ചു നിൽക്കുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വരണം. ഇപ്പം ഡേറ്റ് ഒക്കെ നീട്ടി തന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും വിഷ്വൽ ചെയ്ത് ഇതിൽ വരാനുള്ള അവസരമുണ്ട്. ഞങ്ങൾ ഇതുപോലെ തന്നെയായിരുന്നു. ഞാൻ 27th ബാച്ചിലാണ് വന്നത്. ആ ബാച്ചും ഇതുപോലെ നീട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്കും കയറാൻ പറ്റിയത്. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചു 12 ദിവസം കൊണ്ട് എങ്ങനെയാണ് സാർ ഞങ്ങൾ മാറ്റുന്നതെന്ന് വിചാരിച്ചു. പഴയതുപോലെ എങ്ങനെയാക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ എല്ലാം പടച്ചവന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് നടക്കുന്നുണ്ട്. വീട്ടിൽ നമുക്ക് ജോലി ചെയ്യാനും പറ്റുന്നുണ്ട്, ക്ലാസ് കേൾക്കാൻ പറ്റുന്നുണ്ട്, മക്കളുടെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ 7:30 മുതൽ 9:30 വരെ നമുക്ക് ക്ലാസ് കേൾക്കുന്നത് എങ്ങനെയാന്ന് ഭയങ്കര ടെൻഷനായിരുന്നു. അതെല്ലാം നമുക്ക് സാധിക്കും. അതുപോലെയാണ് ഈ ക്ലാസ് നമുക്ക് തരുന്നത്. ഞാൻ വെരി ഹാപ്പിയാണ്, നല്ല സന്തോഷത്തിലാണ്. സാറ് നല്ല സുന്ദരനായിട്ടുണ്ട് കേട്ടോ. ഒന്നുകൂടി അടിപൊളി. താങ്ക് യു സാർ, താങ്ക് യു, താങ്ക് യു. ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. ഞാൻ ഇടയ്ക്ക് ഇതിൻ്റെ അകത്ത് നിന്നൊക്കെ വിട്ടു നിന്നിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ബാംഗ്ലൂരിലുള്ള സീന മാമിനെ വിളിച്ചു കുറെ ഉപദേശങ്ങളൊക്കെ തന്നു. ഇപ്പൊ ഞാൻ CC വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. ഒരുപാട് നന്ദി. താങ്ക് യു സാർ. താങ്ക് യു. ഇനി ആരാണ് ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഉണ്ടോ? ഓക്കെ, അപ്പൊ എല്ലാവരും കണക്ട് ചെയ്യട്ടെ. ഫസീല മണ്ണാർക്കാട് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അൺമ്യൂട്ട് ചെയ്തോളൂ, അൺമ്യൂട്ട് ചെയ്തോളൂ. ഹലോ, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എന്താ പറയാ, വളരെ ഹാപ്പിയാണ്. ലൈഫ് ഹാപ്പി ആയി പോകുന്നുണ്ട്. കുറച്ചു ദിവസമായിട്ട് സൗണ്ട് ഉണ്ടായിരുന്നില്ല, അതാണ് സംസാരിക്കായിരുന്നത്. ചുമ പിടിച്ചിട്ട് സൗണ്ട് കടന്നു പോയി. ലൈഫിൽ എന്താ പറയാ, വലിയൊരു ട്രാൻസ്ഫോർമേഷൻ നടക്കും. കാരണം എപ്പോഴും എല്ലാവർക്കും വെൽത്തിൽ നല്ല മാറ്റമുണ്ട് പറയാം. എനിക്ക് ഇതുവരെ അത് സംഭവിച്ചിരുന്നില്ല. മാഷാ അല്ലാഹ്, ഇപ്പൊ വെൽത്തിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് വീട് പണിയുടെ ഒരു ചിന്തയിലോട്ട് വന്നു. പ്ലാന് വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാപ്പിയാണ്. വീട് പണി സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു തുടക്കം സ്റ്റാർട്ട് ആവുകയാണ്. വെൽത്തിലൊരു നല്ല വ്യത്യാസം വരാൻ പോവാണ്. അൽഹംദുലില്ലാ. എന്താ പറയാ, ഹെൽത്തും വെൽത്തും എല്ലാം ഇപ്പൊ ഓക്കെയാണ്. വളരെ ഹാപ്പിയാണ് സർ. ഓക്കെ, സന്തോഷം. പെട്ടെന്ന് തന്നെ പൂർത്തീകരിച്ചു. വീട് പണി പൂർത്തീകരിക്കാൻ സാധിച്ചതിന് നന്ദി. വീടിന് 3D ഒക്കെ എടുക്കുക കേട്ടോ. വീട് പ്ലാൻ വരച്ച് 3D വരപ്പിക്കണം കേട്ടോ. എന്നിട്ട് അത് ഫ്രെയിം ചെയ്ത് വെക്കണം. ഞാൻ പറഞ്ഞിരുന്നല്ലോ അല്ലെ. അപ്പോ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഇവിടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ,
ക്ലാസ്സിനെ കുറിച്ചും കോഴ്സിനെ കുറിച്ചും അറിയാൻ താല്പര്യമുള്ള ആൾക്കാരോട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, കണക്ട് ചെയ്യാം കേട്ടോ. സുജാത. സുജാത പറയൂ. അൺമ്യൂട്ട് ചെയ്യൂ. Sujata ma'am. Thank you, sir, so much. Thank you. താങ്ക് യു. ഇപ്പോ 3rd ബാച്ചിലാണ് എൻ്റെ കോഴ്സ്, ഇന്നലെ തീർന്നു. ഞാൻ ഇപ്പം ഹാപ്പിയാണ്. ഇതിനു മുമ്പേ ഇതില് കോഴ്സ് ചെയ്ത ശോഭന മാഡത്തിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഇതിലേക്ക് വന്നത് തന്നെ. സോ ഹാപ്പി. ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാൻ കയറിയതാണ്. ഇന്നലെ കഴിഞ്ഞ ബാച്ചിലുള്ള ആളാണ് അല്ലേ? അതെ അതെ. കൺഗ്രാറ്റുലേഷൻ. എനിക്ക് വലിയൊരു ആശ്വാസം ഉണ്ടായി. ഞാൻ കാലങ്ങളായി കൊണ്ടു നടക്കുന്ന ഒരു വയറിലെ വേദന പല പ്രാവശ്യം സ്കാൻ ചെയ്തു, ഡോക്ടറൊന്നും ഇല്ല എന്ന് പറഞ്ഞു. കൂടുതൽ അതുമായി ബന്ധപ്പെട്ട് പോകാൻ എനിക്ക് താല്പര്യവും ഇല്ല. ആ ഒരു വേദന ഒരുപാട് ആശ്വാസം കിട്ടി എനിക്ക്. താങ്ക് യു സോ മച്ച്. ലളിത. പറയൂ. ഗുഡ് മോർണിംഗ് സാർ. താങ്ക് യു സാറിന് ഒരുപാട് നന്ദി. ഞാൻ ഈ കഴിഞ്ഞ ബാച്ചിലാണ്, ഇന്നലെ കഴിഞ്ഞ ബാച്ചിലെ സ്റ്റുഡന്റ് ആണ്. എനിക്ക് ഒരുപാട് മാനസിക ബുദ്ധിമുട്ട്, ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, എല്ലാ പ്രശ്നങ്ങളും ഉള്ള ആളായിരുന്നു. സാമ്പത്തികമായിട്ട് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ട് തീർന്നിട്ടുണ്ട്. പിന്നെ മാനസികമായിട്ടുള്ളത് ശരിയായിക്കൊണ്ടിരിക്കുന്നു, 3/4 ഭാഗം ശരിയായിട്ടുണ്ട്. സാറിന് ഒരുപാട് ഒരു കോടി നന്ദി. അതുപോലെ എന്റെ ടീച്ചറായ ദിവ്യനും നന്ദി. എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സാർ. താങ്ക് യു. അഡ്വാൻസിന് എനിക്ക് വരണമെന്നുണ്ട്. ഞാൻ ഇത് ചെയ്യുന്നുണ്ട്, കിട്ടാൻ വേണ്ടി നോക്കുന്നുണ്ട്. അഡ്വാൻസ് എനിക്ക്. ഓക്കെ. താങ്ക് യു. Okay, അപ്പോൾ thank you so much for being here. This amazing practice അല്ലേ? നമ്മൾ ഈ പ്രാക്ടീസിൽ നല്ല രീതിയിൽ പങ്കെടുത്തു. എല്ലാവർക്കും ശാന്തിയും സമാധാനം ആത്മാർത്ഥ ആശംസിച്ചു. ഇനിയും ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണക്ട് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും. അവരത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സപ്പോർട്ട് വേണ്ട ആൾക്കാർ ഈ നമ്പറിൽ കണക്ട് ചെയ്യട്ടെ. അവർക്കും ഈ നമ്പറിൽ കണക്ട് ചെയ്യാം. ബാക്കി എന്ത് ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കണക്ട് ചെയ്യട്ടോ. ഓക്കെ. റിഫ്ന സംസാരിക്കുന്നു. ഗുഡ് മോർണിംഗ്. ഹലോ സർ. ഹായ് സർ, ഗുഡ് മോർണിംഗ് സർ. ഞാൻ റിഫ്ന 31 ബാച്ചിലായിരുന്നു. ശരിക്കും ഞാൻ MBBS കഴിഞ്ഞതാണ്. അപ്പോൾ ഞാൻ ഗ്രൂപ്പില് ഇത് ഞാൻ കണ്ടിട്ട് അത് ജോയിൻ ചെയ്തത്. ഞാൻ ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ട് ജോയിൻ ചെയ്തതല്ലായിരുന്നു. ഞാൻ ശരിക്കും ഒരു ഇൻവെസ്റ്റ്മെന്റ് പോലെ ജോയിൻ ചെയ്തതായിരുന്നു. ഭയങ്കര നല്ല മാറ്റമുണ്ട് സർ. താങ്ക് യു സർ. ഇപ്പോ ഇത് കഴിഞ്ഞ പേഷ്യൻസിന് വെറും മരുന്ന് കൊടുത്തല്ല അവരെ ട്രീറ്റ് ചെയ്യേണ്ടത്, അവർക്ക് മരുന്നല്ല ആവശ്യം എന്ന് മനസ്സിലായി. ഭയങ്കര സന്തോഷമുണ്ട് സർ. നമ്മളെന്ന് വെച്ചാല് പേഷ്യൻസ് എന്താണോ പറയുന്നത് അപ്പോഴേക്ക് മരുന്ന് എഴുതി കൊടുക്കലായിരുന്നു. അതല്ല അവർക്ക് വേണ്ടത് എന്നുള്ള വലിയൊരു തിരിച്ചറിവ് വന്ന്, അതായത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സർ. തീർച്ചയായിട്ടും വലിയ സന്തോഷം. പ്രൊഫഷണലി ഡോക്ടേഴ്സ് ഉള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളതാണ്, നിങ്ങൾ പേഷ്യൻസിന് ഇങ്ങനെ കാണണം കേട്ടോ. ഇങ്ങനെ കാണണം. ഒരുപാട് ആൾക്കാർക്ക് നിങ്ങളെ തന്നെ നിങ്ങളെ വാക്കിൽ തന്നെ മതി അവർ ഹീൽ ചെയ്യാൻ അല്ലേ? ആ വിശ്വാസം കൊടുക്കുക, അതാണ് ഏറ്റവും വലിയ മെഡിസിൻ. ആ സ്നേഹം, വിശ്വാസം എല്ലാം കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒരുപാട് ഡോക്ടേഴ്സ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ട്. എല്ലാവരോടും എൻ്റെ സന്തോഷം അറിയിക്കുകയാണ്. അങ്ങനത്തെ ഡോക്ടേഴ്സായിട്ട് മാറാൻ നമുക്ക് കഴിയണം കേട്ടോ. BS പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, മനുഷ്യന്റെ ശരീരത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇമ്പോർട്ടൻ്റ് അതൊക്കെ അറിയണം. അതേസമയം അത് ഇങ്ങനെ ഒരു തലത്തിലൂടെ അവരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റം ഉണ്ടല്ലോ, അത് ഞങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്.
അല്ലേ? ആ ഒരു മേഖലയിൽ വരാത്ത നമ്മൾക്കൊക്കെ ചെയ്യാൻ പറ്റാത്ത വലിയൊരു കാര്യമാണ്. കൺഗ്രാജുലേഷൻ. ഓക്കെ, അയ്യോ പറയൂ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. സർ, ആദ്യമായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്താൻ പറ്റിയതിൽ പ്രപഞ്ചനാഥൻ സ്തുതിക്കുകയാണ്. പിന്നെ സാറിന് ഒരുപാട് നന്ദി. ഈ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന PCM, പ്രത്യേകിച്ച് എൻ്റെ മാഡം ജുമൈല മാം, വളരെ വളരെ വലിയ സപ്പോർട്ട് നമുക്കൊക്കെ ചെയ്യുന്നത്. എല്ലാവർക്കും കിട്ടുക സപ്പോർട്ട്. ഇതിൽ ജോയിൻ ചെയ്ത് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ആ സപ്പോർട്ട് കിട്ടുകയും ചെയ്യും. അതനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ അതിന്റെ റിസൾട്ട് ലഭിക്കുകയും ചെയ്യും. സാറിന്റെ മെയിൻ മാസ്റ്റ് 31 ഞാൻ ജോയിൻ ചെയ്തത്. എനിക്ക് 12 ദിവസം കൊണ്ട് തന്നെ 10-20 വർഷമായിട്ട് ഞാൻ അനുഭവിച്ച എൻ്റെ അലർജിയുടെ പ്രശ്നം. ഗൾഫിൽ 2-3 ഷോപ്പ് ഉണ്ടാക്കിയിട്ട് അത് ഒഴിവാക്കി വരേണ്ട ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ആ പ്രശ്നമൊക്കെ 12 ദിവസം കൊണ്ട് ക്ലാസ് കേട്ടപ്പോൾ തന്നെ എനിക്കത് പരിപൂർണമായിട്ട് മാറ്റാൻ പറ്റുന്നുള്ളതാണ്. അതെന്റെ ജീവിതത്തിൽ വലിയ ഗ്രാറ്റിറ്റ്യൂഡാണ്. പിന്നെ വീണ്ടും നഷ്ടപ്പെട്ട ശേഷം വീണ്ടും തിരികെ പോയിട്ടില്ല. വേണേ എനിക്ക് വീണ്ടും പോവാം. പക്ഷെ എനിക്ക് പോകാൻ പറ്റില്ല എന്ന് കരുതിയിരുന്നത്. പക്ഷെ മിറാക്കിൾ എന്ന് പറയാൻ പൂർണ്ണമായിട്ട് മാറി. വളരെ 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 ഹാപ്പിയാണ്. ആരെങ്കിലും ഇതിൽ വരാൻ മന്ദിച്ച് നിൽക്കുകയാണെങ്കിൽ സധൈര്യം വരിക. കാരണം ഇതിന്റെ പ്രോഫിറ്റ് അത്രക്കും വലുതാണ്. ഇത് വൺ മിറാക്കിൾ ആണെന്ന് മനസ്സിലാക്കുക. എൻ്റെ ഒരു അനുഭവം ഞാനിവിടെ ഷെയർ ചെയ്ത് ഒത്തിരിയായിരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. വലിയ സന്തോഷം. കൺഗ്രാജുലേഷൻ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനേ. കുറെ ആൾക്കാരെ അഡ്വൈസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അടുത്ത ദിവസം ആക്കാം. എന്താണ് ചെയ്യേണ്ടത്? ഇവർക്കൂടെ കൊടുക്കല്ലേ? അമീന, ഇനി ആരും അഡ്വൈസ് ചെയ്യരുതേ. അടുത്ത ദിവസം പറയും ബാക്കി. അമീന, മഹന, അസി, എനിക്കറിയില്ല, ഷോർട്ടാക്കി പറയാവോ? ചുരുക്കി പറയാവോ? ലളിത, ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മുടെ ടൈം കുറെ മുന്നോട്ട് പോയിട്ടുണ്ട്. നമുക്ക് ഹലോ, പെട്ടെന്ന് പറയാം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഞാനൊരു ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ വേണ്ടിയിട്ട്, അനിയന്റെ കുട്ടിക്ക് ഒരു വയറുവേദനയായിട്ട് സർട്ടിക്ക ചിലപ്പോ വേണ്ടിയിരുന്നു പറഞ്ഞിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പൊ 3 ദിവസം കിടത്തിയിട്ടാണ് EMSലേക്ക് കൊണ്ടുപോയത്. അപ്പൊ അവിടെ ഒരു 3 ദിവസം ഇപ്പൊ വെള്ളം ഭക്ഷണം ഒന്നും കൊടുക്കാതെ 3 ദിവസം കിടത്തിയപ്പോ തന്നെ നല്ല മാറ്റമുണ്ട്. അപ്പൊ ഇനി സർജറി ആവശ്യമില്ല. ഇപ്പൊ ഭക്ഷണം കൊടുത്തു നോക്കിയിട്ട് കുഴപ്പമില്ലെങ്കിൽ ചാർജ് ചെയ്യാന്ന് ഇപ്പൊ ഇന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. രാവിലെ ഭയങ്കരമായിരുന്നു. അപ്പൊ ഞാൻ വിഷ്വല് കൊടുത്തിട്ടുണ്ടായിരുന്നു. മനസ്സിനെ നല്ല ഏകാഗ്രമാക്കി നിർത്താൻ പറ്റി. താങ്ക് യു. ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു. വലിയ സന്തോഷം. മഹന സംസാരിക്കുന്നോ? ഹലോ സർ. ഹായ്. ഹായ്, അസ്സലാമു അലൈക്കും. ഞാൻ EFT 30th ബാച്ചിലാണ്. അപ്പോൾ ഞാനിപ്പോൾ 2-3 ദിവസമായിട്ട് ഭയങ്കര ഡൗൺ ആയിരുന്നു. എൻ്റെ റിലേഷനിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഇപ്പം ഞാൻ ആകെ ഡൗൺ ആയിരുന്നു. എൻ്റെ ലൈഫ് വേറെ രീതിയിലേക്ക് പോകേണ്ടത്. ഞാൻ എന്നിട്ട് ജസ്റ മാമിനെ വിളിച്ചു. ഒരു മണിക്കൂറിൽ കൂടുതൽ എന്നായിട്ട് സംസാരിച്ച് എന്നെ കേട്ടു. എനിക്കായാലും ആരോടും പറയാൻ പറ്റാത്ത സിറ്റുവേഷനിലായിരുന്നു. ആരോടെങ്കിലും തുറന്നു പറയാൻ ഒക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല. അപ്പം ജസീറ മാമിനെ വിളിച്ച് എൻ്റെ ഉള്ളിലുള്ള വിഷമങ്ങളൊക്കെ പറഞ്ഞു. ജസീറ മാം അതിനുള്ള കാര്യങ്ങളൊക്കെ അഫർമേഷൻസും എന്നെ പോസിറ്റീവ് ആക്കി, നെഗറ്റീവ് ചിന്തകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അപ്പം ആ ലൈഫ് വേറെ രീതിയിൽ പോകേണ്ടത് ഇപ്പൊ സന്തോഷമായി. ഇപ്പം കാമായിട്ടിരിക്കാൻ പറ്റുന്നുണ്ട്, ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്നുണ്ട്. അത് EFTയിൽ വന്ന് അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിൽ ഇതായി ജസ്ന പോലെ PCനെ കിട്ടി. എനിക്ക് കാര്യങ്ങൾ പറയാൻ ഒരാള് എന്നുള്ള രീതിയിൽ എനിക്ക് കിട്ടി. ഓ അൽഹംദുലില്ലാ. താങ്ക് യു സർ. താങ്ക് യു. അപ്പോ ഇനി നമുക്ക് അടുത്ത ദിവസം സംസാരിക്കാം കേട്ടോ. ഒരാളുകളെ ഹാൻഡ്രൈസ് ചെയ്യും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സമയം ഇന്ന് വെള്ളിയാഴ്ച അഡ്വാൻസ് ചെയ്ത ആളുകൾക്ക് LTC സെഷനാണ്. അപ്പൊ അഡ്വാൻസ് ചെയ്ത മുഴുവൻ ആളുകളും ഉടനെ സെഷനിൽ ജോയിൻ ചെയ്യാം കേട്ടോ.
ഓക്കെ, ഓൾറെഡി സമയം മുന്നോട്ട് പോയിട്ട് അതുകൊണ്ടാണ് 8 മണിയുടെ സമയം 10 എല്ലാവരും അഡ്വാൻസ് ചെയ്ത മുഴുവൻ ആളുകളും അടുത്ത സെഷനിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. Thank you, sir. Thank you, sir. Thank you, sir. Thank you, sir. Thank you, sir.